വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് നമ്മളൊരു 7 എണ്ണത്തെ തീർക്കാമെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ നമ്മളത് എലാബറേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. എനിവേ, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഡീകോഡിംഗ് സീരീസ് 20 വരെ എത്തി. ഇനി നമ്മൾ പുതിയ കാര്യങ്ങൾ അപ്കമിങ് വീഡിയോസിൽ നമുക്ക് പഠിച്ചുകൊണ്ട് പോകാം. എങ്കിൽ പോലും നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾറെഡി ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി കണ്ടും പഠിക്കാം. നൗ ബിഫോർ ജമ്പിങ് ഇൻ ടു ദ സെഷൻ നമുക്കിവിടെ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. അതിനകത്ത് ആദ്യത്തെ കമൻറ്റ് സമീൻ എന്നൊരാൾ ചോദിച്ചിരിക്കുന്നു, ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഡ്യൂസ്മെൻറ്റ് ആൻഡ് ലിക്വിഡിറ്റി ഇൻ ദ കൺസോളിഡേഷൻ റീജിയൻ? ഇവിടെ എന്തോ കൺസോളിഡേഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഡൗട്ട് വിൽ ബി എക്സ്പ്ലെയിൻ ഇൻ ദ അപ്കമിങ് വീഡിയോ ഡീകോഡിംഗ് മാർക്കറ്റ് 20. ഈ വീഡിയോയിൽ ഞാനത് പറയാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പറയാം. ഓക്കെ, ഇനി സാർ, ഇതെല്ലാം ട്രേഡിംഗ് ടൈമിൽ ഓർത്തിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞു തരാമോ? എന്നും മാർക്കറ്റ് കഴിയുമ്പോൾ മാത്രം ഇതെല്ലാം കാണുന്നു. അപ്പോൾ ആക്ച്വലി മാർക്കറ്റ് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ട്രേഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. സോ എന്തെല്ലാമാണ് കാര്യങ്ങൾ? കാൻഡിൽ സ്റ്റിക്സ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ചാനലിൽ കണ്ടിട്ട് ഈ ഒരു കാര്യം പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങൾ ചാട്ടി നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ കൂടെ മാർക്കറ്റ് കാണിച്ച് തന്നുകൊണ്ടിരിക്കും. നമ്മൾ കേൾക്കാതെയും നമ്മൾ ഒരു പ്രാവശ്യം കേട്ടിട്ട് അത് മാത്രം ശ്രദ്ധിച്ചേച്ച് മനസ്സിലായി എന്നോർത്ത് നമ്മൾ പോകുമ്പം നമുക്കത് കിട്ടത്തില്ല. സോ എങ്ങനെയാണിത് നമ്മുടെ മനസ്സിലേക്ക് നിർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോ റിപ്പീറ്റഡ്ലി കാണുക, നമ്പർ 1. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചാർട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ആ സംഭവം ഉണ്ടോ, 10 പ്രാവശ്യം ആ സെയിം സാധനം കണ്ടുപിടിക്കാൻ നമുക്ക് ചാർട്ടിൽ പറ്റുന്നുണ്ടോ, അങ്ങനെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. ഓർത്തിരിക്കുക, എഴുതി വെക്കുമ്പോൾ നമ്മൾ മറക്കത്തില്ല. ചെറിയ കീ നോട്ട്സ് പോലെ നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് പല പ്രാവശ്യമായിട്ട് നമ്മൾ അത് തന്നെ അതിൽ ഫോക്കസ് ചെയ്ത് അത് മാത്രം കണ്ടുപിടിക്കുക. അപ്പോൾ കാൻഡിൽസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ കിട്ടും. സപ്പോസ് ഇനി നമ്മൾ നോക്കുന്നത് മിറ്റിഗേഷൻ, ക്യാൻഡിൽ എങ്ങനെയാണ് മിറ്റിഗേഷൻ ചെയ്യുന്നത്, അതിൻ്റെ ഹെൽത്തി പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അൺഹെൽത്തി പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അങ്ങനത്തെ കൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുണ്ടാകുന്നത്. അപ്പോൾ ഹെൽത്തി പ്രൈസ് ആക്ഷനിൽ 3-4 പ്രീവിയസ് ചാർട്ട് എടുത്ത് വെച്ചിട്ട് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് മനസ്സിലാവില്ല കാര്യം എങ്ങനെയാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് പ്രീവിയസ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പ്രീവിയസ് ഏരിയയിലോട്ട് മാർക്കറ്റ് വരുമ്പം അവിടെ എന്തെല്ലാം കോൺഫ്ലുവൻസസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്, അവിടെ നമ്മുടെ ലിറ്റിൽ സീക്രട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ചാർട്ടിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പല ഡിഫറെൻറ്റ് ടൈമിൽ ഇറ്റ്സ് ആൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസ്, അല്ലേ? സോ ആ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസിൽ നമ്മൾ ഹൗ സ്മാർട്ട് യു ആർ ടു ഫൈൻഡ് എ പെർഫെക്റ്റ് എൻട്രി. ഇതാണ് സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, വീഡിയോ കാണുക. സോ ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മളുടെ മനസ്സിൽ ആ ഒരു സംഭവങ്ങൾ ചാർട്ട് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ തുടങ്ങും. ഇല്ലെങ്കിൽ യു കനോട്ട് സീ എനിത്തിങ്. നമുക്ക് അതിനകത്ത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടത്തില്ല. സോ ഇതൊരു tedious പ്രോസസ്സാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് 6 months യു നീഡ് ടു ഫോക്കസ് ഓൺ ദ പ്രോസസ്സ്. നമ്മൾ മണിയെ പറ്റിയുള്ള കാര്യം അങ്ങോട്ട് വിടുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ്. സോ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചാർട്ടിൽ ട്രേഡ് ചെയ്യാൻ പോകാതെ കീപ്പ് ഓൺ വാച്ചിങ് ദ ചാർട്ട് ഇൻ ദ ലൈവ് മാർക്കറ്റ്. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ടോ, നിങ്ങൾക്കൊരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ അങ്ങനെ ശ്രമിച്ച് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ ക്ലാരിറ്റി. മനസ്സിലായി? ഓരോ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ കൂടെ മാറി പോകുന്ന കാണാൻ പറ്റും. ദെൻ യുവർ ഐസ് വിൽ ബി ഓപ്പൺഡ്. അതർവൈസ് നമ്മളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കും ചാർട്ടിൻ്റെ മുന്നിൽ. അപ്പോൾ അങ്ങനെ അടഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, വാച്ച് ദ വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ. അതിനുശേഷം ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും വീഡിയോ വാച്ച് ചെയ്യുക. ഒരു വീഡിയോയ്ക്കകത്ത് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈസ് ടു മച്ച്. ഐ നോ ദാറ്റ് യു കനോട്ട് സസ്റ്റെയിൻ വിത്ത് ദിസ് മച്ച് ഓഫ് എന്താ പറയുന്നത്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഒറ്റയടിക്ക് നമ്മൾ തന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നോബഡി ക്യാൻ ഫോക്കസ് ഓൺ എവറിത്തിങ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വാച്ച് ദ വീഡിയോ, ബാക്ക് ടെസ്റ്റ് ഇറ്റ്. അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ സീ മോർ തിങ്സ് ദാൻ ദ എക്സ്പ്ലെയിൻഡ് ഐറ്റം ഇൻ ദ വീഡിയോ. അതാണ് സംഭവം. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനകത്തിരിക്കും നമ്മുടെ സ്മാർട്ട്നെസ്. ഹോപ്പ് ദിസ് ക്ലാരിഫൈസ് ഹൗ ടു ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കാം, ഒരു ഐഡിയ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ഇത് തരാം. ഇനി നെക്സ്റ്റ് ആൽവിൻ മാർഷൽ. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഡീകോഡിങ് എല്ലാ സീരീസിനും ഒരു ക്ലോക്ക് ഉണ്ട്, എല്ലാത്തിനും സമയം ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ സമയം മാറായിട്ടില്ല. ഡീകോഡിങ് കണ്ടുതീരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള മേജർ കോൺഫ്ലുവൻസ് ആയിരുന്നു. പേഷ്യൻസ് ഈസ് ദ കീ, യു വിൽ വെയിറ്റ്, യു വിൽ സീ. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് തന്നെയാണ് കാര്യം. നമ്മൾ എത്രമാത്രം
എഫേർട്ടും ടൈമും എടുത്ത് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇതിനകത്ത് ഇടുന്നു, അതിനകത്ത് നമ്മൾ എത്ര പാഷനോടുകൂടി നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലോക്കിനൊരു മീനിങ് ഉണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം ആൻഡ് ടൈഡ്, വെയിറ്റ് ഫോർ നൺ എന്നാണ് പറയുന്നത്. അത് പറഞ്ഞാൽ തന്നെ ആർക്കും വേണ്ടി ഇതൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. ഇഫ് യു വാണ്ട്, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ചാർട്ട് ആൻഡ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ടൈം. അതേ കോൺസ്റ്റൻ്റ്ലി ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. സോ ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോ, നെക്സ്റ്റ് വീഡിയോ വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി കാണുക. യു വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് ക്ലാരിറ്റി. എന്താണ് ചെയ്യേണ്ടത് ട്രേഡിങ്ങിൽ എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഓക്കെ, നോ ഇംഗ്ലീഷ് പറയുന്നത് മൊത്തം തെറ്റാണ്. നമുക്ക് മലയാളം മതി, ഇല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. സോ ദിസ് ജെന്റിൽമാൻ, ഐ ഡോണ്ട് നോ. ഇതിനകത്ത് ഞാൻ ഈ ഇടയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ പറഞ്ഞു വരുന്ന ഫ്ലോയിൽ അങ്ങോട്ട് ഇംഗ്ലീഷ് ആയി പോകുന്നു. എന്നാൽ ഇംഗ്ലീഷുകാരനാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷും അല്ല, എന്നാൽ വലിയ മലയാളക്കാരനാണെന്ന് ചോദിച്ചാൽ മലയാളമല്ല, എന്നാൽ ഹിന്ദിക്കാരനാണെന്ന് ചോദിച്ചാൽ അതുമല്ല. സോ എല്ലാം കൂടെ മിക്സ് ചെയ്തത്. സോ വാട്ട് ഈസ് അവർ അൾട്ടിമേറ്റ് എയിം? നമ്മുടെ എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഫോക്കസ്. ഇതിനകത്ത് ഞാൻ മലയാളത്തിൽ തന്നെയാണല്ലോ നമ്മളെല്ലാം മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ തന്നെ അത് കംപ്ലീറ്റ് പറയുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പാടാണെങ്കിൽ പോലും ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ട്രൈ ടു ഗെറ്റ് ദാറ്റ് തിങ്, അല്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് പാഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്, നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് അല്ല ഹിന്ദിയാണ് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പറയുമെങ്കിൽ പോലും നോ പ്രോബ്ലം, യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. അതാണ് സംഭവം കേട്ടോ. അപ്പം ഡോണ്ട് വറി, ഞാൻ മാക്സിമം മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്. ഇനി ശത്രു അത് പുലി ആയാലും FI ആയാലും DI അതിൻ്റെ മടയിൽ ചെന്ന് കൊല്ലണം. അതാണ് കാർഡിൻ്റെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ നിയമം. ബിക്കോസ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ബിക്കോസ് എവറിബഡി ഈസ് ഗെറ്റിംഗ് ദ ട്രേഡിംഗ് സൈക്കോളജി, ട്രേഡിംഗ് സീക്രട്സ്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഈ ഒരു ആംഗിളിൽ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് എന്നാ പറയുന്നത്, നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇന്നലെ സാറിൻ്റെ ഒപ്പം ഇതുപോലെ ചിന്തിക്കാൻ പറ്റി എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി കരുതുന്നു. ട്രേഡ് പൂർണ്ണ വിജയം. ഇനി എന്നും അങ്ങനെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ജെമിനി ഹീസ് കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ദ സെറ്റപ്പ്. നമ്മൾ പഴയ സംഭവങ്ങളെല്ലാം മറന്നിട്ട് ഒരു സംഭവത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഹീസ് മൂവിങ് ഇറ്റ് ഫോർവേഡ്. അതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. ഇനി താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ്ലി കമൻറ്റ്സ്. നൗ ലെറ്റ്സ് കം ടു ദ ഫസ്റ്റ് കമൻറ്റ്. ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഡ്യൂസ്മെൻറ്റ് ആൻഡ് ലിക്വിഡിറ്റി ഇൻ ദ കൺസോളിഡേഷൻ ഏരിയ? സോ നമ്മളുടെ ഇൻഡ്യൂസ്മെൻറ്റ് ആൻഡ് ലിക്വിഡിറ്റി, ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് പ്രകാരം എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോവുക. സോ പെട്ടെന്ന് ഒരു താഴോട്ട് വന്നതിന് ശേഷം ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. സോ മുകളിലേക്ക് പോയിട്ട് വൺ സൈഡ് മുകളിലേക്ക് പോകുന്ന ഒരു യു ടേൺ ഒക്കെ എടുക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നതിന് ശേഷം ഈ ഒരു പോയിന്റിൽ വന്നിട്ട് നമ്മളുടെ മൊമെന്റം സ്ട്രാറ്റജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ചാൽ ഇതിനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയും. ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നതിന് ദിസ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്മെന്റ്. അതാണ് ആ ടെർമിനോളജി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ ഡെഫിനിഷൻ. നൗ വാട്ട് ഈസ് ഇൻഡ്യൂസ്മെന്റ് ആൻഡ് ലിക്വിഡിറ്റി? സോ വാട്ട് ഈസ് ലിക്വിഡിറ്റി? സോ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് പോയി താഴെ വരുന്നു, പിന്നീട് ശേഷം ആ correctional move or the swing low or the pullback area which is being taken away, then മാർക്കറ്റ് അതർ സൈഡിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. സോ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ പീരിയഡ്, ഒരു ഏരിയ. സോ ദിസ് ഈസ് എ കൺസോളിഡേഷൻ ഏരിയ, അല്ലേ? മാർക്കറ്റ് ഓൺ എ സൈഡ് വൈസ് റേഞ്ച് മൊമെന്റം, അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലും ലോട്ട് ഓഫ് പൂൾ ഓഫ് ഓർഡേഴ്സ് ആർ ദെയർ, ഇതിൻ്റെ താഴെ പൂൾ ഓഫ് ഓർഡേഴ്സ് ആർ ദെയർ, അല്ലേ? സോ മാർക്കറ്റ് വിൽ കം ക്വിക്ക്ലി ടു ഗ്രാബ് ദിസ് ആൻഡ് ഗോ ടു ദ അതർ സൈഡ്, ഓർ മാർക്കറ്റ് വിൽ ഗോ അപ്പ് ആൻഡ് കം ബാക്ക് അഗെയിൻ ടു ഗ്രാബ്, ഇവിടെ വന്ന് താഴെ വന്ന് ഗ്രാബ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. സോ ഇങ്ങനത്തെ കൺസോളിഡേഷൻ ഏരിയയിൽ മാർക്കറ്റ് ഏത് സൈഡിലേക്കാണോ ഹെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മേ ബി അതിൻ്റെ ഓപ്പോസിറ്റ്, ഓർ സംടൈംസ് ഇതിൻ്റെ മൊമെൻറ്റം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതിപ്പം മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ് പോയിട്ട് നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു എന്നാ പറയുക, നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതൊരു അപ്സൈഡിലേക്കുള്ള ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഈ ഒരു ഏരിയയിലെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് അതർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ദ ഓർഡേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് നമുക്ക് ടെക്നിക്കൽ ഡെഫിനിഷൻ പറയാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് എന്താണ് നമ്മുടെ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. വേറെ നമ്മളുടെ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു സൈഡിലേക്ക് തന്നെ ട്രാവൽ ചെയ്യുമ്പം ഇറ്റ് ഈസ് ഷോയിങ് സം ഫുട് പ്രിന്റ്സ്, അല്ലേ? അത് സം ഫുട് പ്രിന്റ്സ് ഇട്ടാ പോകുന്നത്. ആ ഫുട് പ്രിന്റ്സ് എന്താണ്? അതാണ് നമ്മളുടെ മൊമെന്റം സ്ട്രാറ്റജിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ബിക്കോസ് ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേഷൻ, ബിക്കോസ് ഇത് 100% ലിക്വിഡിറ്റി പോയിന്റ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടില്ല. സോ മാർക്കറ്റ് മേളിലോട്ട് പോവുകയാണെങ്കിൽ പോലും ഇറ്റ് വിൽ കം ബാക്ക് ക്വിക്ലി ആൻഡ് ദെൻ ഗോ അപ്പ്. ഇങ്ങനെയാണിത്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്മെന്റ്. സോ ഇതാണ് മാർക്കറ്റിന്റെ ജനറൽ നേച്ചർ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ടുഡേസ് ടോപ്പിക്. എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർപ്രറ്റിംഗ് ദ മാർക്കറ്റ്, വൈ ദ പ്രൈസ് ഇസ് ഹിയർ. അതാണ് നമ്മൾ ഇന്നത്തെ കംപ്ലീറ്റ് ടോപ്പിക്. സോ ഐഡന്റിഫൈയിങ് പുൾ ബാക്ക് ഓഫ് മൊമെന്റം, ഐഡന്റിഫൈയിങ് ദ പ്രീവിയസ് ഏരിയ, ഐഡന്റിഫൈയിങ് സ്ട്രോങ് ലോ, വീക്ക് ലോ ഇൻ ടേംസ് ഓഫ് കറക്ഷണൽ മൂവ് ഓഫ് സ്ട്രക്ചർ, ഐഡന്റിഫൈ കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, സ്ട്രോങ് ലോ, വീക്ക് ലോ coincide with pull back of strong structural formation, and finally predicting the market movement, why the price is trading at this area, and the little signal plays out for confirmation of trade. So everything we are clubbing in one thoughtful process. Now let's see what it is. Now price was trending. ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്നു. കൺസോളിഡേഷൻ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടുന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. സോ അൾട്ടിമേറ്റ് ആക്ച്വലി ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, സോ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇതിന് മുന്നേ തന്നെ ഒരു ഹൈ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഹൈ ആണ് ഈ ഹൈ, ഇത്. സോ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ ആക്ച്വലി ഈ ഹൈ വൺസ് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റ് ഓർ മൊമെന്റം ഇല്ല, ഒരു സൈഡ് വേസ് മൊമെന്റത്തിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റീസെന്റ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോഴാണ് അതിനെ നമ്മൾ കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോട്ട് എ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് നമ്മളെ സംബന്ധിച്ച് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. അപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് കറക്റ്റായിട്ട് പിടിയിട്ടില്ലോ. സി ഐഡന്റിഫൈങ് കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓൺ എ കൺസോളിഡേഷൻ ഫേസ്. നേരെ പോകുന്ന മാർക്കറ്റിലാണെങ്കിൽ നോ പ്രോബ്ലം. നമുക്കിപ്പോൾ സപ്പോസ് ഇപ്പം ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നേരെ വരുന്നു, പിന്നെ നേരെ ഇങ്ങനെ പോകുന്നു. സോ ദിസ് സ്ട്രക്ചർ ഈസ് ബ്രോക്കൺ. ഇവിടെയാണ് നമ്മൾ BOS എന്ന് പറയുന്നത് അല്ലേ? അതിനാണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സിമിലർലി ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇനി നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവം? ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇവിടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇവിടെ ഈ പ്രീവിയസ് ഇഗ്നോറിങ് വിക്സ് ഇല്ലെന്ന് വിചാരിക്കാം. വിക്സ് ഇല്ലാതെ വരുമ്പോഴത്തേനും ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഈ റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. സോ ആ ഹൈയുടെ മുകളിൽ പ്രൈസ് കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണല്ലോ താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഗ്നോറിങ് ദ വിക്സ് ഇല്ലാതെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. ഈ ക്യാൻഡിൽ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഈ റെഡ് ക്യാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വിക്സ് ഇല്ലാതെ വരുമ്പോൾ. എന്നിട്ട് നെക്സ്റ്റ് മൂവ്മെന്റിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഒരു ഹൈ മൊമെന്റത്തിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു വിത്ത് ഇൻക്രീസ്ഡ് വോളിയം അവിടെ നിൽക്കട്ടെ, നമ്മൾ പിന്നീട് സംസാരിക്കാനെ പറ്റി. അപ്പം ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ആ സെയിം ക്യാൻഡിൽ ആ ഹൈ കട്ടി ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് ഇഗ്നോറിങ് ദ വിക്സ് അല്ലേ? വിക്സ് ഇല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഈസ് എ പുൾ ബാക്ക്. ഈ ഫസ്റ്റ് വൺ ഈസ് എ പുൾ ബാക്ക്. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇത് വിക്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതൊരു പുൾ ബാക്ക് ആണോ? അല്ല. എന്തുകൊണ്ട് പുൾ ബാക്ക് അല്ല? ബിക്കോസ് ഈ ക്യാൻഡിലിന്റെ ലോ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് അതിനെ നമുക്ക് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ക്യാൻഡിൽ ഇതിനകത്ത് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ആയിപ്പോയി. സോ പുൾ ബാക്ക് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനകത്തുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ട്രേഡിങ്ങിന്റെ സമയത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഏത് സൈഡിലേക്കാണ് കൂടുതൽ മൊമെന്റം രണ്ട് രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഒന്ന്, കൺസിഡറിങ് ദ വിക്സ്. അങ്ങനെ നമുക്ക് ഏതിലാണ് നമുക്ക് മൊമെന്റം കൺസിഡറിങ് ദ വിക്സ് ഇവിടെ നോക്കുമ്പോൾ ഇതില്ല. എന്താണ്? ഇത് പുൾ ബാക്ക് അല്ല, ബിക്കോസ് ഇത് ഇൻസൈഡ് ക്യാൻഡിൽ ആയിപ്പോയി. അപ്പോൾ ഈ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തായിരുന്നെങ്കിൽ കറക്റ്റ്ലി അത് ഒരു സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ അതല്ല. അപ്പം നമ്മൾ ഇതിന്റെ മൊമെന്റം നോക്കുമ്പോൾ പ്രൈസ് മൊമെന്റം. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ്? ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എക്സാക്ട്ലി പ്രൈസിന്റെ മൊമെന്റം ഏത് സൈഡിലേക്കാണ് നല്ല മൂവ്മെന്റിനോടുകൂടി പോയിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഈ ക്യാൻഡിലിന്റെ ഹൈറ്റ് എത്രയുണ്ട്? 8 രൂപ 80 പൈസ ഉണ്ട് അല്ലേ? അപ്പോൾ 8 രൂപ 80 പൈസ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഹൈ മൊമെന്റം ആണ്. അപ്പോൾ ആ ഹൈ മൊമെന്റത്തിൽ ഈവൻ നമ്മൾ അപ്പോഴേ നമ്മൾ ഐഡിയ മാറ്റണം. ദിസ് ഈസ് എ പുൾ ബാക്ക്. ഇമീഡിയറ്റ്ലി യു ഹാവ് ടു ഐഡന്റിഫൈ, ബിക്കോസ് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ഈസ് ബീങ് ടേക്കൺ. ഇഗ്നോർ ദ വിക്സ് ആൻഡ് യു കൺസിഡർ ദിസ് ആസ് എ പുൾ ബാക്ക്. അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സ്ട്രെങ്തിനനുസരിച്ചാണ് നമ്മളുടെ തോട്ട് പ്രോസസ്സ് റിഫൈൻ ചെയ്തുകൊണ്ട് പോകേണ്ടത്. അതർവൈസ് യു വിൽ നെവർ ഗെറ്റ് ആൻ എൻട്രി. സോ കുറച്ച് വിട്ടുവീഴ്ചകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ദ പ്രൈസ് മൂവ്മെന്റ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റിനകത്ത് വെള്ളം ചേർക്കുക എന്നുള്ളതല്ല,
വേറെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ പ്രൈസിന്റെ മൂവ്മെന്റ് ഓർ പ്രൈസ് ഡെലിവറിക്ക് എത്രമാത്രം ശക്തിയുണ്ട്, അതിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് നോക്കുമ്പോൾ കിട്ടുമല്ലോ, ഇത് പുൾ ബാക്ക് ആണല്ലോ, ഫസ്റ്റ് പുൾ ബാക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ സെക്കൻഡ്ലി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു റീസെന്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു. അഗെയിൻ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ദിസ് ഈസ് എ പുൾ ബാക്ക് അല്ലെ, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ കട്ട് ചെയ്തു. സോ ദിസ് ഈസ് ഓൾസോ അനദർ പുൾ ബാക്ക്. ഇനി അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡില് ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വേറെ ഒരു പുൾ ബാക്ക്. ഈ റെഡ് ക്യാൻഡില് ഈ ഒരു റീസെന്റ് ഹൈ കട്ട് ചെയ്തേക്കുന്നതിന്റെ ലോ ബ്രേക്ക് ചെയ്തു. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് 3 ക്യാൻഡിൽ പുൾ ബാക്ക്. സോ ഓൺ ദ ഗോ ഹൗ മെനി പുൾ ബാക്സ് യു സീ? 1 2 3 സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് അല്ലേ. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് വരുന്നു, മിറ്റിഗേഷന് വേണ്ടിയിട്ട് വരുന്നു. സോ വാട്ട് ഈസ് ദിസ് മൂവ്മെന്റ്? ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എ പുൾ ബാക്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നു. സോ നമ്മൾ ഇതെല്ലാം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന വൈ പ്രൈസ് ഈസ് ട്രേഡിംഗ് ഹിയർ, ദിസ് ഈസ് അവർ ടാർഗറ്റ്. ഓക്കെ, എന്തുകൊണ്ട് പ്രൈസ് ഇവിടെ വരുന്നു? അതാണല്ലോ നമുക്ക് വേണ്ടത്. യൂഷ്വലി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും എന്താണ് പഠിക്കുന്നത്? ഇവിടെ കുറച്ച് സപ്പോർട്ട് ഉണ്ട്, ഇവിടെ പിവോട്ട് പോയിന്റ്സ് ഉണ്ട്, ഇവിടെ 200 EMA ട്രേഡ് ചെയ്യുന്നു, ഇവിടെ മറ്റേ AT സ്ട്രാറ്റജി ഇടുന്നു, കൺവെർജൻസ് ഡൈവർജൻസ് ഇവിടെ വരുന്നുണ്ട്, RSI ഇവിടെയാണ് നിൽക്കുന്നത്, RSIയുടെ ബോട്ടമാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ പല സ്റ്റഡികളും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഓൾ ദ സ്റ്റഡീസ് അവരെന്താണ് പറയുന്നത്? നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏരിയ, ഇഫ് ഇറ്റ് ഈസ് ട്രേഡിംഗ് ബിലോ ദാറ്റ് പർട്ടിക്കുലർ റേഞ്ച് യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അതാണ്, ദാറ്റ് ഇസ് എ സ്റ്റഡി. വേറെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ട്രേഡിംഗ് സീക്രട്സിന്റെ ചാനലിൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കുന്നത് വൈ പ്രൈസ് ഹസ് കം ഹിയർ. സോ നമ്മൾ പഠിക്കുമ്പോൾ യു നീഡ് ടു റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെ തന്നെ യു ഹാവ് ടു സ്റ്റാർട്ട് ഇന്റർപ്രറ്റിംഗ് ദ മാർക്കറ്റ്. ഓൺലി ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡൈനമിക്സ് അല്ലേ. നിങ്ങൾക്ക് ആ ഡൈനമിക്സ് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ പ്രൈസിന്റെ മൂവ്മെന്റ് ഓർ ദ പ്രൈസ് ഡെലിവറി മെക്കാനിസം മനസ്സിലാകണമെങ്കിൽ, വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഇന്റർപ്രറ്റ് ദ മാർക്കറ്റ് വൈ ദ പ്രൈസ് ഇസ് ഹിയർ. Only then you can understand why your trade set failed. നമ്മൾ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് ചോദിക്കത്തില്ലേ? അപ്പം നമ്മൾ അതിന് പറയുന്ന അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദ പ്രൈസ് ഈസ് ഹിയർ ആൻഡ് യു നീഡ് ടു എക്സ്പ്ലെയിൻ ടു മീ വൈ ദിസ് ഈസ് കം അല്ലേ. അപ്പം നമുക്ക് അതിനൊരു റീസണിങ് വേണം. ദാറ്റ് റീസണിങ് ഐ ആം റിവീലിംഗ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ദിസ് ഈസ് ദ വേ യു ഷുഡ് ലുക്ക് ഇൻ ടു ദ ചാർട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് വൈ ദ പ്രൈസ് ഈസ് ഹിയർ. ഓക്കെ, നൗ let's continue the lesson. Now what is this? 3 candle pullback. Price is coming back. Price is coming back to mitigate this one. And what happened? When it is mitigating, what is the formation of candle? 1 2 3 4 candles are being subsequently formed. And ഇവിടെ എന്ത് സംഭവിച്ചു? This candle is mitigated, then പ്രൈസ് അടുത്ത ഡയറക്ഷനിലേക്ക് പോകുന്നു അല്ലേ. അപ്പം പ്രൈസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് ജേർണി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു, ഇവിടുത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റഡ്. സോ ഇവിടുത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നൗ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ക്യാൻഡിൽസ് അല്ലേ. ഈ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ദിസ് വാസ് എ പുൾ ബാക്ക് ആൻഡ് ദാറ്റ് പുൾ ബാക്ക് യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ബീങ് മിറ്റിഗേറ്റഡ് ആൻഡ് ടേക്കൺ അവേ അല്ലേ. ആൻഡ് ദെൻ പ്രൈസ് വെന്റ് അതർ സൈഡ്, പിന്നെ മുകളിലേക്ക് പോയി പ്രൈസ്. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് പോലും മിറ്റിഗേഷൻ മൂവ്മെന്റ് അവിടെ നടന്നു കഴിഞ്ഞു. അപ്പം ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കുമ്പോഴത്തേനും ഈ പ്രൈസ് ഡെലിവറി താഴോട്ടാണ് വരുന്നത്. 3 ക്യാൻഡിൽസ് 4 കൺസിക്യൂട്ടീവ്ലി 4 ക്യാൻഡിൽസ് ഫോംഡ്. അപ്പോൾ ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണോ? നമ്മളുടെ സ്റ്റഡി പ്രകാരം ദിസ് ഇസ് നോട്ട് എ 3 ക്യാൻഡിൽ പുൾ ബാക്ക് അല്ലേ. വൈ? ബിക്കോസ് ദിസ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് എ ഹൈ, ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു പുൾ ബാക്ക് ആകണമായിരുന്നെങ്കിൽ ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് നിന്നതിന് ശേഷം താഴേക്ക് പ്രൈസ് ഈ 3 ക്യാൻഡിലാണ് കൺസിക്യൂട്ടീവ് ആയിട്ട് താഴെ വരുവാണെങ്കിൽ ഇറ്റ് വാസ് എ 3 ക്യാൻഡിൽ പുൾ ബാക്ക്. നൗ ഇഗ്നോർ ദ വിക്സ്. സോ വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഇവിടെ നമ്മൾ കാണുന്നത്? സോ ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ, ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ മുകളിൽ അടുത്ത ക്യാൻഡിൽ ടാപ്പ് ചെയ്തോ ഇല്ലയോ? ടാപ്പ് ചെയ്തു അല്ലേ. പ്രൈസ് സസ്റ്റെയിൻഡ് എബോവ് ദ ലെവൽ പ്രൈസ് ഡെലിവറി? യെസ്. അപ്പോൾ ഈ വിക്സ് ഇല്ലാതെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈസ് ഡെലിവേർഡ് എബോവ് ദിസ് ഗ്രീൻ ക്യാൻഡിൽ മീൻസ് ദിസ് റെഡ് ക്യാൻഡിൽ ഈസ് ദ ഹയസ്റ്റ് ക്യാൻഡിൽ ഇൻ ടേംസ് ഓഫ് ദ ക്യാൻഡിൽ സ്റ്റിക്സ് ബോഡി. യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അതായത് ക്യാൻഡിൽ സ്റ്റിക്സ് ബോഡി മാത്രം വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ റെഡ് ക്യാൻഡിൽ ഈസ് ദ ഹയസ്റ്റ്. ആൻഡ് വൈ ദർ ഇസ് എ റെഡ് ക്യാൻഡിൽ? ആൻഡ് വെൻ എ റെഡ് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റിംഗ് എ ഹൈ അല്ലേ, ഒരു ആക്ച്വലി which candle has to create a high? Para. A green candle has to create a high because price momentum is more like a. So red candle which is creating a high, what do you call that candle? You will call this candle as a misplaced candle. So this is another terminology which I will explain in the later part of the video. ഇപ്പോഴല്ല, പിന്നീടുള്ള ലെസൺസിൽ നമുക്ക് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുതരാം. സോ എ ക്യാൻഡിൽ
with a red color which is making a new high. That candle is called പിന്നെ ഇംഗ്ലീഷ് ഓക്കെ ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് ഏറ്റവും ഹയസ്റ്റ് ക്യാൻഡിലായിട്ട് ക്രിയേറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ റെഡ് ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ. ഓക്കെ, നൗ ഇവിടെ നോക്കുമ്പോൾ ഈ മിസ്പ്ലേസ്ഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ എല്ലാ ഗ്രീൻ ക്യാൻഡിലിന്റെ മുകളിലാണല്ലോ പ്രൈസ് ടാപ്പ് ചെയ്ത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തല്ലോ. അതിനുശേഷം പ്രൈസ് ഡെലിവറി ഈസ് കണ്ടിന്യൂസ്ലി കമ്മിങ് ഡൗൺ. So in terms of the strength of this movement, can you consider this? ഈ താഴേക്ക് വരുന്ന ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു 3 candle പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? യെസ്, യു ക്യാൻ അല്ലേ? സോ ദിസ് ഈസ് എ 3 candle പുൾ ബാക്ക്. നൗ ഇവിടെ തൊട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോവാണ്. ആസ് പെർ നമ്മളുടെ പുൾ ബാക്ക് സെനാരിയോയിൽ നമ്മളുടെ തിയറി പ്രകാരം ഇനിയുള്ള പുൾ ബാക്ക് എന്ന് പറയുന്നത് സിംഗിൾ ക്യാൻഡിൽ ഓർ 3 ക്യാൻഡിൽ ഈ ഹൈയുടെ മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തപ്പോൾ മുകളിൽ കയറി കഴിയുമ്പോഴാണ് അടുത്ത ഇത് വരുന്നത്, പുൾ ബാക്ക് വരുന്നത്. സോ നമ്മൾ അങ്ങനെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എൻട്രി കിട്ടത്തില്ല. സോ ഐഡന്റിഫൈയിങ് ദ പുൾ ബാക്ക് വിത്തിൻ എ സർട്ടൺ ട്രേഡിംഗ് റേഞ്ച് ഈസ് പോസിബിൾ. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നത് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ളത്. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് റേഞ്ച്, മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ട്രേഡിംഗ് റേഞ്ചിനകത്ത് നമുക്ക് 3 candle പുൾ ബാക്ക് ഓൺ ദ ഒരു സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് ഒരു കൺസിസ്റ്റന്റ് ജേർണി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ഫൈൻഡ് എ 3 candle ഓർ സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. മനസ്സിലായോ? ബിക്കോസ് യു വാണ്ട് ടു ട്രേഡ് ആൻഡ് യു വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പം യു വാണ്ട് ടു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ഒരു ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്ത് കൺസിസ്റ്റന്റ്ലി പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് അഗെയിൻ എ 3 candle പുൾ ബാക്ക് ഈസ് ഫോംഡ് അല്ലേ? ഇവിടെ ഒരു പുതിയ 3 candle അഗെയിൻ പ്രൈസ് മുകളിൽ പോയി ഈവൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്തു അല്ലേ? ഒരു ഹൈയുടെ ബ്രേക്ക് മുകളിൽ കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് മുകളിൽ പോകുന്നു. ഇവിടെ വരുമ്പോഴത്തേനും താഴെ ന്യൂ 3 candle കൺസിക്യൂട്ടീവ്ലി താഴേക്ക് വരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ 3 candle പുൾ ബാക്ക്. So this is also a 3 candle pullback. So this is another 3 candle pullback. Now what happened? ഇവിടെ 3 candle pullback ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇഗ്നോർ ഓൾ ദോസ് തിങ്സ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഇതും കളഞ്ഞേക്കാം, കോംപ്ലിക്കേഷൻ ആക്കണ്ട. ബ്രേക്ക് ഓഫ് ഇത് ഇവിടെ കിടന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നൗ ഈ ക്യാൻഡിലിൻ്റെ ഇത്, സോ ദിസ് ലോ created this high അല്ലേ? ഓൾസോ ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ. കൺഫ്യൂഷൻ ആയോ? അപ്പോൾ ഇത് 3 candle പുൾ ബാക്കും ഇതുമാണ് കാര്യം. ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ. നൗ ഇതിൽ വിച്ച് ലോ ഈസ് സ്ട്രോങ് ലോ ആൻഡ് വിച്ച് ലോ ഈസ് വീക്ക് ലോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ലോ ഈസ് സ്ട്രോങ് ലോ ആൻഡ് വിച്ച് ലോ ഈസ് വീക്ക് ലോ? ഓൾസോ ഐഡന്റിഫൈ വിച്ച് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ. ഈ ലോയാണോ, ഈ ലോയാണോ, ഈ ലോയാണോ? സോ നമ്മൾ കൺസിഡറിങ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ് അല്ലേ? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം ഈ ഒരു ഹെൽത്തി പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, എഗെയിൻ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിന് 50% കറക്ഷൻ വരുന്നു, ദെൻ എഗെയിൻ ഗോയിങ് അപ്പ്, എഗെയിൻ ഈ ലെഗിൻ്റെ 50% കറക്ഷൻ വരുന്നു, ദെൻ ഗോയിങ് അപ്പ്, എഗെയിൻ ഒരു 50% കറക്ഷൻ വരുന്നു, ഗോയിങ് അപ്പ്. അപ്പം ദിസ് ഈസ് കോൾഡ് ദിസ് ഈസ് എ സ്വിംഗ് ലോ അല്ലേ? അപ്പം നമ്മൾ ഇതിന് പറയുന്ന പേരാണ് സ്വിംഗ് ലോ ഓൺ എ ഹയർ ടൈം ഫ്രെയിം. ഓൾ ദിസ് ഈസ് എ സ്വിംഗ് ലോ. അപ്പോൾ നമ്മളുടെ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിംഗ് ഓർഡർ ഫ്ലോയെ പറ്റി കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ നമ്മളുടെ ആ സ്റ്റഡിയുടെ ഏറ്റവും ഹയസ്റ്റ് ഫോമിലേക്ക് നമ്മൾ പതുക്കെ എത്തിപ്പെടുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും കറക്ഷണൽ മൂവ് നമുക്ക് സ്ട്രോങ് ലോ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കറക്ഷണൽ മൂവ് നമ്മൾ സ്ട്രോങ് ലോ എന്ന് പറയും. അപ്പം നമ്മളിവിടെ സംബന്ധിച്ച് കറക്ഷണൽ മൂവ് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്ട്രക്ചർ ഇവിടം തൊട്ട് ഇവിടം വരെ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് കറക്റ്റഡ് എക്സാക്ട്ലി 50% അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സാക്ട്ലി 50% ഇറ്റ് ഈസ് കറക്റ്റഡ്. സോ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ സ്ട്രോങ് ലോ. ഓക്കെ, ദിസ് ഈസ് എ സ്ട്രോങ് ലോ ആൻഡ് ദിസ് സ്ട്രോങ് ലോ ഇതാണ് കേട്ടോ, ഈ 3 candle പുൾ ബാക്ക്. ഓക്കെ, ഇത് ഞാൻ കളഞ്ഞേക്കാം. ദിസ് ഈസ് എ സ്ട്രോങ് ലോ coinciding with the 3 candle pullback അല്ലേ? by chance this is coinciding with the 3 candle pullback. അപ്പോൾ 3 candle pullback ഉണ്ട്, സ്ട്രോങ് ലോ, ഇത് സ്ട്രോങ് ലോയും ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് കറക്റ്റഡ്. സോ ഫൈനലി യു വിൽ ഗെറ്റ് ടു ദ കൺക്ലൂഷൻ. എന്താണ് കൺക്ലൂഷൻ? ദിസ് ലോ ക്രിയേറ്റഡ് ദിസ് ഹൈ. ഓൾ റൈറ്റ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ. വൈ? ബിക്കോസ് ഈ ലോയെ ഈ കറക്ഷൻ ഈ ഒരു മൂവിൽ
this movement is already corrected 50%. If it is corrected 50%, you consider that as a strong law. അതാണ് സ്ട്രക്ചറിൻ്റെ ഇത് വെച്ച് നമ്മൾ നോക്കുന്നത്. നൗ ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? അപ്പോൾ ഈ ഒരു ലോ എന്ന് പറയുന്നത് എന്താണ്? അതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ എ സ്ട്രോങ് ലോ ബിക്കോസ് ഇറ്റ്സ് കോയിൻസൈഡിങ് വിത്ത് 3 candle pull back അല്ലേ? ബിക്കോസ് ഓൺ ദിസ് സ്ട്രക്ചർ ദിസ് ഈസ് ഓൾസോ കറക്റ്റഡ് 50%. കേട്ടോ, ഇവിടെ തൊട്ട് ഇവിടെ വരുമ്പോഴത്തേനും more than 50% it's corrected. Even on the body side, more than 50% it's corrected. So this is also another strong law with the 3 candle pull back. Hope you got it. അല്ലേ? അപ്പം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? അനദർ വൺ ഇവിടെ വന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഇവിടം തൊട്ട് ഈ സ്ട്രക്ചർ ഇവിടം തൊട്ട് പിന്നെ ഇങ്ങോട്ടല്ലേ കയറി പോകുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഈ കറക്ഷണൽ മൂവ്മെൻറ്റിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരുമ്പോഴത്തേനും ദിസ് 3 candle pull back is 50% കറക്ഷണൽ മൂവ് നടത്തിയോ ഇല്ലയോ? ഇല്ല അല്ലേ? 38% അവിടെ കറക്ഷണൽ മൂവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ സ്ട്രോങ് ലോ. ഓക്കെ, കൺസിഡറിങ് ദാറ്റ് ഈസ് നോട്ട് എ സ്ട്രോങ് ലോ. സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ വീക്ക് ലോ ആൻഡ് ദിസ് ഈസ് എ വീക്ക് ലോ കോയിൻസൈഡിങ് വിത്ത് വാട്ട്? കോയിൻസൈഡിങ് വിത്ത് എ 3 candle pull back. പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ കോൺഫ്ലുവൻസസ് മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട് എങ്ങനെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണെന്ന് നോക്കിയാൽ. സോ നൗ സ്ട്രക്ചറൽ ഷിഫ്റ്റ്, വാട്ട് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഡു? സ്ട്രക്ചറൽ ഷിഫ്റ്റ് മാർക്കറ്റ് വരുമ്പോൾ വെൻ a strong law is taken and a candle closure happened below അല്ലേ? സ്ട്രോങ് ലോ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത്? ഇതാണ് സ്ട്രോങ് ലോ. എപ്പോഴാണ് ഈ സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്യുന്നത്? അതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തിയറി പ്രകാരം എന്താണ് മാർക്കറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വിൽ ഗോ ഡൗൺ, കം ബാക്ക് ടു മിറ്റിഗേറ്റ് 50% അല്ലേ? തിരിച്ചു വന്ന് 50% മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം താഴേക്ക് മാർക്കറ്റ് പോകും. അതാണ് നമ്മളുടെ തിയറി പ്രകാരം പറയുന്നത്. സോ ഇവിടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്താ ഒരു വീക്ക് ലോ ഉണ്ടായിരുന്നു. ഈ വീക്ക് ലോയിൽ വാട്ട് ഹാപ്പൻഡ്? ഈ വീക്ക് ലോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും താഴോട്ട് വന്നു അല്ലേ? താഴോട്ട് വന്ന് ഇവിടെ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ ഓൺ ദ മൈനർ സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ചോണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതിനുശേഷം പ്രൈസ് വിൽ കം ബാക്ക് ടു മിറ്റിഗേറ്റ് ആൻഡ് പ്രൈസ് വിൽ കം ഡൗൺ ഈവൻ ഓൺ ദ വീക്ക് സ്ട്രക്ചർ. നൗ വീക്ക് സ്ട്രക്ചറിൽ വാട്ട് ഈസ് ദ അഡീഷണൽ കൺഫർമേഷൻ യു ആർ ഗെറ്റിംഗ്? എന്ത് അഡീഷണൽ കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്ന കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കിയേ. സോ എ ഹൈ ഈസ് ക്രിയേറ്റഡ്. സോ ഇവിടെ നമ്മൾ ഇഗ്നോർ ദ വിക്സ് ബിക്കോസ് യു ആർ കൺസിഡറിങ് ദ മൊമെൻറ്റം. ഓക്കെ, വിക്സോട് കൂടി നോക്കാം, വിക്സ് ഇല്ലാതെ നോക്കാം. എ ഹൈ ഈസ് വിക്സ് ഇല്ലാതെ ആദ്യം നോക്കാം. എ ഹൈ ഈസ് ക്രിയേറ്റഡ്, എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ, സി ഹൈ ഈസ് ടേക്കൻ ആൻഡ് ദ ലോ ഈസ് ടേക്കൻ ആൻഡ് ദ പ്രൈസ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്, ദെൻ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. ഇവിടെ വന്നല്ലോ, പ്രൈസ് താഴോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് സംഭവിച്ചോ? സോ അവർ ലിറ്റിൽ സീക്രട്ട് പ്ലേസ് ഔട്ട് ഫോർ കൺഫർമേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഹൈ ഈസ് ക്രിയേറ്റഡ് വിക്സോട് കൂടി, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ ആൻഡ് ദ ലോ ഈസ് ടേക്കൻ, ഇവിടെ ലോ ഈസ് ടേക്കൻ ആൻഡ് ദ പ്രൈസ് ഈസ് കം ടു മിറ്റിഗേറ്റ്, ദെൻ പ്രൈസ് കം ഡൗൺ. ഓക്കെ ആണല്ലോ? അതും കൺഫർമേഷൻ യു ഗോട്ട് ഇറ്റ്. നൗ അപ്പം ലിറ്റിൽ സീക്രട്ട് ഈസ് പ്ലേയിങ് ഔട്ട്. നൗ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐഡൻറ്റിഫൈയിങ് പുൾ ബാക്ക് ഓഫ് മൊമെൻറ്റം ഫസ്റ്റ് വൺ കണ്ടു. ഇനി പ്രീവിയസ് ഏരിയയിൽ പ്രൈസ് മിറ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ മാത്രം ഓർക്കുക. അതായത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു എന്ന് ഓർക്കുക. ഇവിടെ നിന്ന് ഒരു ഹൈ പോയി ഇവിടെ വരും, പ്രൈസ് താഴോട്ട് വരുന്നു. സോ പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഈ ബേസിക്കലി ഇത് എത്രയാണ്? 50%. ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രീവിയസ് ഏരിയ മിറ്റിഗേഷൻ നടന്നു എന്നാണ്. അതിനുശേഷം അടുത്ത സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, മുകളിലേക്ക് പ്രൈസ് പോകുന്നു. അപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് വരുന്നു. സോ ജസ്റ്റ് മെഷർ അടുത്ത ആ ലെഗിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുക. സോ ദിസ് ഈസ് കോൾഡ് 50%. സോ ഇത് അടുത്ത 50%, ദിസ് ഈസ് എ പ്രീവിയസ് ഏരിയ. ഇനി അടുത്ത ലെഗ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോ ക്രിയേറ്റ് ചെയ്തു, 50% ഇല്ല. ഇതാണ് ഇതിൻ്റെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. സോ അങ്ങനെ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ പ്രീവിയസ് ഏരിയ ഇസ് നത്തിങ്, ഇറ്റ്സ് എ പ്രീവിയസ് ഏരിയ ഓഫ് ദ 50% ഓഫ് ദ പോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയാം അല്ലേ? ഓൾറെഡി ഹാപ്പൻഡ് ആക്ടിവിറ്റിയിലുള്ള അതിൻ്റെ പ്രീവിയസ്ലി വന്നിരിക്കുന്ന സ്ട്രക്ചർ എന്നതിന് മാത്രം വിചാരിക്കാം. പിന്നെ ലിറ്റിൽ സീക്രട്ടിൻ്റെ അതിൽ നമ്മൾ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ദ ബിഗ്ഗസ്റ്റ് ആം ഓഫ് ദ എന്താ പറയുന്നത് ബിഗ്ഗസ്റ്റ് ആം. ഇപ്പം എന്താണ് പറയുന്നത് ഇവിടെ നമ്മളിങ്ങനെ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ, ലോ ഈസ് ടേക്കൻ, ദെൻ സോറി ഇങ്ങനെ എ ലോ ഈസ് സോറി താഴെ നിന്ന് വരുമ്പോഴത്തേനും എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ്, ദെൻ പ്രൈസ് ഷൂട്ട് അപ്പ്. ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പം ഇതിലെ ബിഗ്ഗസ്റ്റ് ആം ഏതാണെന്നാണ് നോക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഹൈ ഈസ് ടേക്കൻ ആൻഡ് ദ ലോ ഈസ് ടേക്കൻ. അതിൻ്റെ 50%, അതാണ് ഒരു 50% എന്ന് പറയുന്നത് ഹയസ്റ്റ് ആമിൻ്റെ ഇതിലാണ്. അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ് ഏരിയ നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ അതെന്ന് പറയുന്നത്
പ്രൈസിന്റെ മൂവ്മെന്റ് മിറ്റിഗേഷണൽ മൂവ്മെന്റ് കറക്റ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. സോ ആ ഏരിയയിൽ നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ബിക്കോസ് യു ആർ ഫൈൻഡിങ് എ വാല്യൂ ഏരിയ. അതായത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ഏരിയയിലാണോ മാർക്കറ്റ് നിൽക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഓർ നമ്മൾ എവിടെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണോ, ഒരു ഡിസ്കൗണ്ട് സോണിലാണോ, ഒരു പ്രീമിയം സോണിലാണോ എന്നൊക്കെയാണ് നമ്മൾ അവിടെ മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കി എവിടെ വരെ എത്തി. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈയിങ് പുൾ ബാക്ക് ഓഫ് മൊമെന്റം ബേസ്ഡ് ഓൺ എന്താണ് നമ്മളുടെ കാൻഡിൽസ്റ്റിക്സിന്റെ ബോഡി പ്രകാരം ഇഗ്നോറിംഗ് ദ വിക്സ്, അതിന്റെ മൊമെന്റം എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം പ്രൈസിന്റെ ഡെലിവറി താഴേക്ക് വരുന്നുണ്ട് എന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഐഡന്റിഫൈയിങ് സ്ട്രോങ് ലോ ആൻഡ് വീക്ക് ലോ ഇൻ ടേംസ് ഓഫ് കറക്ഷണൽ മൂവ് ഓഫ് സ്ട്രക്ചർ. സ്ട്രോങ് ലോ ഇത് അതാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. ഈ കറക്ഷണൽ മൂവ് ഇങ്ങനെ വന്ന് 50%. സോ ഇവിടെ നമ്മളൊരു സ്ട്രോങ് ലോ ആയിട്ട് കണക്കാക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നൗ ഐഡന്റിഫൈയിങ് ദ കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെന്ന് നമ്മൾ പറഞ്ഞു, അത് കറക്റ്റ് ആയിട്ട്. ഇനി സ്ട്രോങ് ലോ വീക്ക് ലോ കോയിൻസൈഡ് വിത്ത് പുൾ ബാക്ക് ഓഫ് സ്ട്രോങ് സ്ട്രക്ചറൽ ഫോർമേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വരുന്ന മൂവ്മെന്റിൽ നമ്മൾ അതിനെ പുൾ ബാക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ആ വരുന്ന പ്രൈസിന്റെ അത് 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആണ്. അത് ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പ് ആണ്. അപ്പോൾ 3 ക്യാൻഡിൽ പുൾ ബാക്കും അതുപോലെ തന്നെ എന്താണ് അത് ഒരു സ്ട്രോങ് ലോ ആയിട്ട് ഫോമും ചെയ്യുവാണെങ്കിൽ, സ്ട്രോങ് ലോ 3 ക്യാൻഡിൽ പുൾ ബാക്കും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുവാണെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് സെറ്റപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ക്യാൻഡിൽ പുൾ ബാക്ക് ആയതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ സ്ട്രോങ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ അതിനെ കയറ്റിയിട്ടു. ഓക്കെ, അപ്പോൾ ഇനി ലിറ്റിൽ സീക്രട്ട് ഈസ് പ്ലേയിങ് ഔട്ട് ഫോർ കൺഫർമേഷൻ ഓൺ ദ ഹയർ സൈഡ്. ഇവിടുത്തെ അപ്പം ഇവിടെ ഇത് വരുമ്പോഴത്തേനും പ്രൈസ് ലോ ഇസ് ടേക്കൻ ആൻഡ് ദ പ്രൈസ് വിൽ കം ടു മിറ്റിഗേറ്റ് എത്ര ശതമാനം? 50% ഓഫ് ദിസ് ഏരിയ അല്ലേ. ഹൈ ഇസ് ടേക്കൻ ആൻഡ് ദ ലോ ഇസ് ടേക്കൻ ആൻഡ് 50%. കറക്റ്റ് അല്ലേ? ഇവിടെ വന്നില്ലേ പ്രൈസ്? ഇവിടെ നോക്കി, ഇവിടെ ദിസ് ഈസ് ഹൈ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ടേക്കൻ ആൻഡ് ദ ലോ ഇസ് ടേക്കൻ. സോ ഇവിടെ വരുമ്പോഴത്തേനും ഈ ഹൈയും ഈ ലോയും കൂടെ വരുമ്പോഴത്തേനും സോ ഇറ്റ് ഈസ് ടേക്കൻ മോർ ദാൻ 50% അല്ലേ. സോ അതാണ് അതിനകത്ത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ അത് പ്ലേ ഔട്ട് ചെയ്തു. സോ നെക്സ്റ്റ് വന്നിട്ട് മൂവ്മെന്റിൽ 50% എടുത്തു, അനദർ മൂവ്മെന്റിൽ 50% എടുത്തു അല്ലേ. സോ വീക്ക് ലോ കൺഫേം ചെയ്തു. ഇറ്റ് ഈസ് ഇവിടുന്ന് നമുക്ക് മാർക്കറ്റിന്റെ ഡൈനാമിക്സ് വീക്ക് ലോ ഇവിടെ വന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് 2 ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഓൾറെഡി ബെയറിഷ് സിഗ്നൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് സ്ട്രോങ് ലോ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ. അങ്ങനെ നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? പ്രൈസിന് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് സ്റ്റിൽ ബെയറിഷ് അല്ലേ. സോ ആ സമയത്താണ് നമ്മൾ പറയുന്നത് സെൽ അണ്ടിൽ ദ ലോ ഈസ് ബ്രോക്കൺ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ബിക്കോസ് അപ്പം നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറിൽ നമുക്കിവിടെ ഈ പിന്നീടുള്ള മൂവ്മെന്റ് മുഴുവനും നെഗറ്റീവ് ആണ്, പക്ഷേ നെഗറ്റീവ് മൂവ്മെന്റിലേക്ക് വരും. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ നെഗറ്റീവ് മൂവ്മെന്റിന് എഗനിസ്റ്റ് ഒരു കൗണ്ടർ ആക്ഷൻ ഉണ്ട്. അതെന്താണ്? തിരിച്ച് 50% ഇറ്റ് വിൽ കം ബാക്ക്. എഗിൻ ഗോഡ 50% ഇറ്റ് വിൽ കം ബാക്ക്. സി ഇവിടെ നോക്കുക, ഇവിടെ വരുമ്പോഴത്തേനും ഒരു ലോ ക്രിയേറ്റ് 50% ഇറ്റ് കം ബാക്ക്. അഗൈൻ ഇറ്റ് ക്രിയേറ്റഡ് എ ന്യൂ ലോ. Okay, then 50% it come back. Again it broke and it will come back 50%. See, ഈ സ്ട്രക്ചറും again 50%. Then it will come back. So അതിനെപ്പോഴും ഈ ഒരു കൗണ്ടർ ആക്ഷൻ ഉണ്ടായിരിക്കും. So bearish momentum followed by bullish momentum. So ഇത് നമ്മൾക്ക് ഫോളോ ചെയ്യുന്നത് ബെയറിഷ്, നമുക്കിവിടെ വരുമ്പോഴത്തേനും ബെയറിഷ് ഓർഡർ ഫ്ലോ ഫോളോഡ് ബൈ ബുള്ളിഷ് ഓർഡർ ഫ്ലോ. അപ്പം അങ്ങനെ നമുക്ക് എപ്പോഴും 50% ഇത് റിട്രേസ്മെന്റിലേക്ക് തിരിച്ചു വരും മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് തിരിച്ചു വരുമ്പം നമ്മളുടെ ഇവിടുത്തെ ഈ സ്ട്രോങ് ലോ എഗെയിൻ ഇറ്റ് ഇസ് ടേക്കൺ അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? എഗെയിൻ പ്രൈസ് ഇവിടെ സ്ട്രോങ് ലോ ക്ലോസ് ചെയ്തു, വീണ്ടും പ്രൈസ് ഇതുണ്ട്. ഈ ലെഗിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര വരുന്നു? 50%. ഇറ്റ് ഇസ് കമ്മിങ് ബാക്ക്, ടാപ്പിംഗ് ഇയർ, ദെൻ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്. ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. സോ വൈ ദ പ്രൈസ് ഈസ് ഹിയർ, അല്ലെങ്കിൽ വൈ ദ പ്രൈസ് ഈസ് ടേക്കിംഗ് എ യു ടേൺ ഫ്രം ഹിയർ? അതാണ് ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അറിവ് ചെയ്ത് വരുന്നുണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റിന്റെ ജനറൽ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ എനി സ്ട്രക്ചർ, സോ മാർക്കറ്റ് ഇസ് ഗോയിങ് കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ്, കറക്ഷണൽ മൂവ്, ഗോയിങ് അപ് ട്രെൻഡ്, കറക്ഷണൽ മൂവ്. സോ ഈ ഒരു ഇതിൽ 50% കറക്ഷൻ, എഗെയിൻ ഇത് 38%. കറക്ഷണൽ മൂവ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഹാപ്പൻഡ്. എഗെയിൻ മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. സോ ഈ ഒരു കറക്ഷണൽ മൂവ്, ഈ ഒരു മൂവിൽ ഇവിടുത്തെ മിറ്റിഗേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഓവർ. സോ മാർക്കറ്റ് അതിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് താഴേക്ക് വരുന്നു, എഗെയിൻ 50% ഇറ്റ്സ് കമ്മിങ് ബാക്ക്. ഈ ഒരു മൂവ്മെന്റിൽ 50% ഇവിടെ വന്നു, താഴേക്ക് വരുന്നു. എഗെയിൻ ഇത് ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഈ കംപ്ലീറ്റ് പോർഷനിൽ ഇവിടുത്തെ ഈ ഒരു ലെഗിൽ ഇവിടം വരെ വന്നപ്പോഴത്തേനും വാട്ട് ഹാപ്പൻഡ്? ഇവിടുത്തെ കംപ്ലീറ്റ് മിറ്റിഗേഷൻ ഈസ് ഓവർ. നോ, അവിടുത്തെ മിറ്റിഗേഷൻ
കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളിനി നോക്കുന്നത് സ്ട്രക്ചറൽ ഫോർമേഷൻ എ ലോ വാസ് ക്രിയേറ്റഡ് ഹിയർ അല്ലേ, അതിന് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ലോ ഇസ് ടേക്ക് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, കൺസോളിഡേഷൻ ഇവിടെ. സോ ഈ ഒരു മൂവ്മെന്റിൽ ഈ ഒരു കംപ്ലീറ്റ് ലെഗിൽ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസ് ആണ്. കൺസോളിഡേഷൻ ഫേസ് ഇവിടെ മാർക്കറ്റ് സ്പെൻഡ് ക്വൈറ്റ് ലോങ് ടൈം അല്ലേ. അപ്പോൾ ഇവിടെ അതിനുശേഷം പിന്നെ ബ്രേക്ക് ഔട്ട് ആണ് വരുന്നത്. സോ ബ്രേക്ക് ഔട്ടിന്റെ ബേസിലേക്ക് ഇവിടുത്തെ ആക്ടിവിറ്റി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് നമുക്ക് പറയാം. 50% ഈവൻ അപ് ടു ദിസ് ലെവൽ പ്രൈസ് ഡെലിവറി നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ up to this level everything is over. Mitigation compared to the mitigation, so mitigation in terms of candlesticks, mitigation in terms of price structure, mitigation in terms of the price movement within a trading range, എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് മിറ്റിഗേഷൻ ഈസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് മിറ്റിഗേഷൻ ഈസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പ്രൈസ് മാനിപ്പുലേഷൻ ആൻഡ് ദ വോളിയം മാനിപ്പുലേഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, ബോത്ത് സിനാരിയോസ്. സി മാർക്കറ്റിൽ അൾട്ടിമേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? There are only two things, on the volume exchange and the price exchange. These are the two activities happening only in the market അല്ലേ, വേറെ ഒന്നുമില്ല. അപ്പം price manipulation and the volume manipulation both have completed through the mitigation process. So once these two activity is completed, മാർക്കറ്റ് വേറെ അടുത്ത സൈഡിലേക്ക് ഏതൊരു സൈഡിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റിന് ബ്രേക്ക് ഔട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പം ഈ പോയ പോക്കിൽ ഇവിടുത്തെ അൺമിറ്റിഗേറ്റഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ്ലി ഇവിടം വരെ വരുമ്പോഴത്തേനും ഈ കംപ്ലീറ്റ് മൂവ്മെന്റിൽ കംപ്ലീറ്റ്ലി ഹെൽത്തി പ്രൈസ് ആക്ഷൻ എല്ലാം കഴിഞ്ഞു. സോ ഇവിടെ എന്തുകൊണ്ട് പ്രൈസ് വന്നില്ല? സോ ആക്ച്വലി ഇത് 50% അല്ലേ, അപ്പോൾ ഈ പ്രൈസ് എന്തുകൊണ്ട് ഇവിടെ മിറ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വന്നില്ല? സോ യു ഷുഡ് ഹാവ് എ റീസൺ ഫോർ ദിസ്. ബിക്കോസ് ഇവിടുത്തെ പ്രൈസ് ആക്ടിവിറ്റി വിത്തിൻ എ 3 candle പുൾ ബാക്ക് ആൻഡ് ഓൾസോ സ്വിംഗ് സ്ട്രക്ചർ and it was considered as a strong low അല്ലേ, everything, the huge volume activity happened here already. ഇവിടെ എല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞു. സോ ഇവിടുത്തെ ആക്ടിവിറ്റി ഈ ഒരു കറക്ഷണൽ മൂവിൽ ഇവിടുത്തെ കഴിഞ്ഞത് കൊണ്ട് സോ എന്ത് പറ്റി, ഇവിടുത്തെ പ്രൈസ് ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. ദിസ് ഈസ് എ ടെക്നിക്കൽ റീസൺ വൈ പ്രൈസ് ഹാസ് നോട്ട് കം ആൻഡ് മിറ്റിഗേറ്റ് ദിസ് ഏരിയ. സോ പലപ്പോഴും നമുക്ക് ഡൗട്ട് ചോദിക്കും, ചിലർ ഡൗട്ട് ചോദിക്കുന്നത് കാണാം. സോ ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് സോൺ ഉണ്ടായിരുന്നു, മേ ബി ദ പ്രൈസ് വിൽ കം ആൻഡ് ഹിറ്റ് ഹിയർ. സോ എന്തുകൊണ്ട് ഇവിടെ പ്രൈസ് വരുന്നില്ല ആ സമയത്ത്? ബിക്കോസ് ദ പ്രൈസിംഗ് സ്ട്രക്ചർ ഓൺ ദ കാൻഡിൽസ്റ്റിക് ബേസിസ് ദ മിറ്റിഗേഷൻ ഈസ് കംപ്ലീറ്റഡ് ഹിയർ ഓൺ ദിസ് മൂവ്. ദാറ്റ്സ് വൈ ദ പ്രൈസ് ഇസ് ഗോയിങ് ഡൗൺ ലൈക്ക് എനിത്തിങ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ ഒരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ ഇതിൽ റീഡ് ചെയ്യാൻ പഠിക്കണം. സോ ആ ഒരു ആക്ടിവിറ്റി റീഡ് ചെയ്യുന്നത് സ്ലോലി യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, എല്ലാം കൂടെ ഒറ്റയടിക്ക് പിടിക്കാൻ പോകരുത്. അപ്പോൾ നമുക്കൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. ഓരോ സ്ട്രക്ചറിൽ ഓരോ പ്രാവശ്യം ഫോക്കസ് ചെയ്ത് ദെൻ പ്രാക്ടീസ് ഓൺ ദ ചാർട്ട്. അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ്? എവറിബഡി ഈസ് ലേസി അല്ലേ. നമ്മൾ ഓടി വന്നു വെച്ച് ദിസ് മിസ്റ്റേക്ക്, ഞാനും ഈ ഒരു കാര്യം ചെയ്തതാണ്, ലേസിയാണ്, കേൾക്കാൻ താല്പര്യമില്ല, വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം എന്താ സംഭവിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വേണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഫോക്കസ് ഓൺ ദ വൺ തിങ് ആൻഡ് ആ വൺ തിങ് പെർഫെക്റ്റ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് ഇറ്റ്. 3 candle pullback ആണോ? ഫൈൻഡ് ഔട്ട് ദ 3 candle pullback 100 times in the chart. Finish. Once you get it, you will never forget it. Okay. ഇനി സിംഗിൾ candle pullback ആണോ? Find 100 times, back test it. Okay. And when the live market forward test it, you can see any pullback creating. Are you able to see some എന്താ പറയുന്നത്, ഇവിടെ ലിറ്റിൽ സീക്രട്ട് പ്ലേയിങ് ഔട്ട്, അതിൻ്റെ ടെക്നിക്ക് നോക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ബ്രേക്കപ്പ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ബ്രേക്കപ്പ് സ്ട്രക്ചർ. ഈ ഹയർ ഹൈ ലോവർ ഹൈ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്നത് ബ്രേക്കപ്പ് സ്ട്രക്ചർ, ഒരു ഹൈ വന്നു അതിൻ്റെ മുകളിലേക്ക് ഇത് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടോ? ബ്രേക്കപ്പ് സ്ട്രക്ചർ, ഫിനിഷ്, സിമ്പിൾ. മേക്ക് എ സിമ്പിൾ പ്രോസസ്, ഡോണ്ട് കോംപ്ലിക്കേറ്റ് തിങ്സ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഓരോ സംഭവങ്ങളും സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇഫ് യു കനോട്ട് ഫൈൻഡ് ഇറ്റ്, കം ആൻഡ് കമന്റ് ഇറ്റ്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ ഡിഫിക്കൽട്ടി? ഐ വിൽ ഹെൽപ്പ് യു. ഐ എം റീഡിങ് ഓൾ യുവർ കമൻറ്റ്സ് ആൻഡ് യു ആർ നോട്ട് റൈറ്റിംഗ് എനി കമൻറ്റ്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ വൈ ദ പ്രൈസ് ഈസ് ഹിയർ, നമ്മൾ അതിലേക്ക് വന്നില്ല. അപ്പം വൈ ദ പ്രൈസ് ഈസ് ഹിയർ. സോ ഇവിടെ കംപ്ലീറ്റ് മിറ്റിഗേഷൻസ് ഓൾമോസ്റ്റ് കാൻഡിൽസ്റ്റിക്സ് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ കൺജസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ എന്തായാലും ഒരു സിംഗിൾ കാൻഡിൽ കാണാൻ പറ്റും, ഒരു റെഡ് കളറിൽ അല്ലേ, ബിക്കോസ് റെഡ് കളർ ഈസ് മോർ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ മാത്രമേ നമുക്ക് അൺമിറ്റിഗേറ്റഡ് സോൺ ഉള്ളൂ. ബിക്കോസ് ഈ ഒരു സ്ട്രക്ചറിൽ കംപ്ലീറ്റ്ലി മിറ്റിഗേഷൻ ഓവറാണ്. അപ്പം എക്സ്റ്റെൻഡ് ദിസ് ബോക്സ്, യു വിൽ ഫൈൻഡ് 50% ഓഫ് ദിസ് ഏരിയ ഈസ് ബീങ് ടേക്കൺ. The game is over. That is why the price is here and the price is heading where? See. മനസ്സിലായോ? So this is how you have to understand the market structure.
മാർക്കറ്റ് സ്ട്രക്ചർ ഇത് ആരും പഠിപ്പിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോബഡി നോസ്, ഓൺലി ഇതെല്ലാം എൻ്റെ മനസ്സിൽ മാത്രമുള്ള കാര്യമുള്ളൂ. സോ വി ആർ ഓൾ ലക്കി ആൻഡ് ഐ എം ഓൾസോ ലക്കി ടു ഷെയർ സെയിം തിങ് വിത്ത് എവരിബഡി. ഓക്കെ, ഇങ്ങനെയെങ്കിലും നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഈ സ്ട്രക്ചർ മനസ്സിലാക്കി, സ്ട്രക്ചർ ടെൽസ് യു എവറിത്തിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ട്രക്ചറാണ് ഇമ്പോർട്ടൻറ്റ്. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ബിക്കോസ് സ്ട്രക്ചർ വിൽ ടെൽ യു വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഡയറക്ഷൻ. സി, സ്ട്രക്ചർ ഈസ് ലൈക്ക് എ റിവർ. ഓക്കെ, ദിസ് റിവർ, ദ റിവർ ഹാസ് എ കറണ്ട് അല്ലേ, ഒരു കറണ്ട് ഉണ്ടല്ലോ അതിന്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സ്, ദ റിവർ ഈസ് ഫ്ലോയിങ് ഓൺ ദ വൺ സൈഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയറക്ഷണൽ കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണേ. യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് ദ സ്ട്രക്ചർ വിൽ ടെൽ യു വാട്ട് ഈസ് ദ കറണ്ട്. സോ ആ ഒരു ഫ്ലോയ്ക്കൊപ്പം നമ്മൾ പോവുക ആൻഡ് ഗെറ്റ് ഇൻ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ഈസ് യുവർ ടാസ്ക്. സോ ആ ടാസ്ക് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ദാറ്റ് ടാസ്ക് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഫോളോയിങ് ദ മാർക്കറ്റ് സ്ട്രക്ചർ. ആൻഡ് സ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് എന്തൊക്കെയാണ്? സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മിറ്റിഗേഷൻസ് ഏതെല്ലാം സൈഡിൽ നിന്നാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഇവിടെ നമുക്ക് എൻട്രി വേണമെങ്കിൽ ഓൺ എ മൈനർ ടൈം വെദർ യു വിൽ സി വാട്ട് ഈസ് ദ സോങ് പ്ലേയിങ് ഇറ്റ് ഔട്ട് ഹിയർ ഓർ നോട്ട്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ്, ഇഫ് യു മെഷർ വിത്ത് എ ഫിബ് റേഞ്ച്, വാട്ട് യു ആർ ഗെറ്റിംഗ് ഇവിടെ 78%. സോ ആ ഒരു 78% കറക്ഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ കയറി എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് സ്ട്രക്ചറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോന്നോരോന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡീകോഡിംഗ് സീരീസ് ഫ്രം 1 to 20. 1 to 20 നമ്മൾ പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും മാർക്കറ്റിൽ എങ്ങനെ എൻട്രി ഫോം ചെയ്യാം എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിലിംഗ് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ മനസ്സിൽ കൊണ്ടുവരും എന്ന് നമുക്ക് ആദ്യമേ ഒരു ഡൗട്ട് ചോദിച്ചതിൻ്റെ പ്രകാരം അതിനകത്ത് ഒരു ഫോക്കസ് ഓൺ ദ വൺ തിങ്, പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫൈൻഡ് 100 times പുൾ ബാക്ക്. ഇവിടെ 100 പ്രാവശ്യം പുൾ ബാക്ക് പോയി നമ്മളുടെ ചാർട്ടിൽ പോയി കണ്ടുപിടിക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. 3 ക്യാൻഡിൽ പുൾ ബാക്ക് കണ്ടുപിടിക്കുക, സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് കണ്ടുപിടിക്കുക, ആൻഡ് മൊമെൻറ്റം വെച്ച് കണ്ടുപിടിക്കുക. സോ ഈ ലെഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇത്രയും പോർഷനിൽ എത്ര പുൾ ബാക്ക് ക്യാൻഡിൽസ് ഉണ്ട്? അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്, ദിസ് ഈസ് എ പുൾ ബാക്ക്. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എല്ലാം കയറി പുൾ ബാക്ക്, എല്ലാ സ്വിംഗ് സ്ട്രക്ചറും പുൾ ബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റ് ഡയറക്ഷണൽ പ്രഡിക്ഷൻ, ഓർ യു കനോട്ട് ലുക്ക് ഇൻ ടു ദ ചാർട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ഷോ യു ദ ഡയറക്ഷൻ. So direction finding, you have to connect with a logic, and that logic is being perfectly explained by me in all the lessons 1, 2, 3, 4, 5, 6. So certain lessons, കുറച്ച് ലെസൺസിനകത്ത് മേ ബി യു വിൽ ബി ഗെറ്റിംഗ് കൺഫ്യൂഷൻ. ബട്ട് ആ കൺഫ്യൂഷൻ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ സെറ്റപ്പ് പ്രകാരം, ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബോഡി ഫോർമേഷൻ പ്രകാരം, അതിൻ്റെ മൂവ്മെൻറ്റ് മിറ്റിഗേഷൻ എങ്ങനെയാണ്, ഹെൽത്തി പ്രൈസ് ആക്ഷൻ ആണോ അൺഹെൽത്തി പ്രൈസ് ആക്ഷൻ ആണോ, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ you will get the clarity. Why don't you get this clarity? That's what I am asking you. So you will not get the clarity because you are not practicing enough to understand the concept. മനസ്സിലായോ? നിങ്ങൾ ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാകാതിരിക്കുന്നതും ലെസൺസ് പ്രോപ്പറായിട്ട് മനസ്സിലാകാതിരിക്കുന്നതും കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ യു ക്യാൻ നെവർ ട്രേഡ് ഇൻ ദ മാർക്കറ്റ്. ബിക്കോസ് ഒരു സിമ്പിൾ പ്രോസസ്സ് നമ്മൾക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ സ്ട്രക്ചറൽ ഡൈനാമിക്സിൻ്റെ ഒപ്പം നമുക്ക് പോകാൻ പറ്റും. ഇറ്റ് വിൽ ടേക്ക് ടൈം, മേ ബി 6 months, 7 months, 8 months, 1 year, ലെസ് ദാൻ 1 year. ഓക്കെ, അതുവരെ നമ്മൾ പേഷ്യൻസോടുകൂടി ഇന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അല്ലാതെ നമ്മൾ ഓടി വന്നിട്ട് ഒരു ദിവസം ഓക്കെ ഓൾ ഓഫ് എ സഡൻ ഐ വാണ്ട് ടു ബി എ പ്രൊഫഷണൽ ട്രേഡർ റൈറ്റ് നൗ, ജമ്പ് ഇൻ ടു ദ എൻട്രി, യു കനോട്ട്. ബിക്കോസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് വാസ് എ വെരി ടഫ് പീരിയഡ് ഫോർ മീ. ആ ഒരു ടഫ് പീരീഡ്, ആ ഒരു ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് ഓൺ ഇമോഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് സൈക്കോളജി, ഹൗ യു ക്യാൻ ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. അതും അതിനകത്തെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോ, 135 വീഡിയോ, 135ഓളം വീഡിയോ, 125ഓളം മണിക്കൂറുകൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തു. സോ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഏത് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും യു ഹാവ് എ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് എവറിത്തിങ്. ഒരു കംപ്ലീറ്റ് സെനാരിയോ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് യു ക്യാൻ ആസ്ക് ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. വൈ ദിസ് ആൻഡ് ആസ്ക് ദം വൈ ദ പ്രൈസ് ഈസ് കമ്മിങ് ഹിയർ. ഇന്റർപ്രറ്റ് ദ മാർക്കറ്റ് ദ സെയിം വേ വാട്ട് ഐ എം എക്സ്പ്ലെയിനിങ് യു. ആൻഡ് ഇഫ് ദേ ആർ ഏബിൾ ടു interpret the market in such a way with a logically connected thought process, then it's a perfect setup.
അല്ലാതെ 100 EMA 200 EMAയുടെ ബിലോ ബോട്ടം സൈഡിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ടു ബൈ. ദിസ് ഈസ് നോട്ട് ദ മാർക്കറ്റ്. ദിസ് ഈസ് നോട്ട് മാർക്കറ്റ് സ്ട്രക്ചർ. സോ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ റിലേറ്റീവ്ലി കമ്പാരിറ്റീവ്ലി what are we connecting? You are finally finding out the two key areas, that is price exchange and the volume exchange, in relation with the what? In relation with the pricing structure. Pricing structure is what? Whether you are standing at അല്ലെ നമ്മൾ എവിടെയാണ് whether you are standing at a discounted area to buy or you are selling at a premium area to sell. ആൻഡ് വാട്ട് ഈസ് ദ ഏറ്റവും കൂടുതൽ ഏരിയയിൽ പർച്ചേസ് പ്രൈസ്, ഏറ്റവും കൂടുതൽ ഏരിയയിൽ പ്രൈസ് അക്യുമുലേഷൻ നടന്നിരിക്കുന്ന ഏരിയ ഏതാണ്? ഈ ഏരിയകളും ഇതും എല്ലാം കൂടെ കമ്പാരിറ്റീവ്ലി നമ്മൾ നമ്മുടെ മനസ്സിൽ ഐഡിയ ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ ചാർട്ടിനെ നോക്കുമ്പോൾ യു വിൽ സീ ദ എക്സാക്ട് ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. അപ്പം ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് നമുക്ക് അവിടെ എൻട്രി കിട്ടണം എന്നുള്ളത് ഇല്ല. ബട്ട് ഈവൻ ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡൈനമിക്സ് ഓഫ് ദ മാർക്കറ്റ്. എങ്ങോട്ടാണ് ഇത് പോകുന്നത്? 100% നമുക്ക് മാർക്കറ്റിൽ ലോകത്തിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റ്. ബിക്കോസ് മാർക്കറ്റ് ഈസ് ഓഫ് ലോട്ട് ഓഫ് ഇമോഷൻസ്, ലോട്ട് ഓഫ് ന്യൂസൻസസ് ആണ് there. എല്ലാം വരും മാർക്കറ്റ്. സോ അൾട്ടിമേറ്റ്ലി സി 30% ഓഫ് ദ ടോട്ടൽ മാർക്കറ്റ് ഡേയ്സിൽ 30% ഓഫ് ദ ടൈം മാർക്കറ്റ് വെരി ഹൈലി വോളറ്റൈലാണ്. 70% ഓഫ് ദ ടൈം റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. ഡ്യൂറിങ് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് മൊമെൻ്റം ഉള്ള മാർക്കറ്റിൽ ഓൺ ആൻ ഇയർലി കണക്കാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ഈ സെറ്റപ്പ് പ്രകാരം ഇഫ് യു ആർ തിങ്കിങ് ഇൻ ദ റൈറ്റ് വേ യു വിൽ ഗെറ്റ് ടു നോ വേർ ഈസ് ദ മാർക്കറ്റ് ഹെഡിങ് ഫോർ ആൻഡ് വൈ ദ പ്രൈസ് ഈസ് കമ്മിങ് ഹിയർ. മനസ്സിലായോ? അപ്പം ആ സമയത്ത് നമ്മളൊരു ടേക്ക് എ സ്മോൾ ചാൻസ്, പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ എൻട്രി, മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സിലുള്ള ബേസിക് ആയിട്ടുള്ള മൊത്തം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ക്ലാരിറ്റി വീഡിയോസും കമൻസും ഒക്കെ ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. കമൻറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുക, സംശയങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെ ഈ ചാനൽ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് ബാക്കിയുള്ള പുതിയ ജനറേഷൻസിനും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.